കമൽ ഒരുക്കിയ മമ്മൂട്ടി ചിത്രങ്ങളിൽ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് അഴകിയ രാവണൻ. ശ്രീനിവാസിന്റെ തിരക്കഥയിൽ എത്തിയ സിനിമ 1996 പുറത്തിറങ്ങിയത്. സംഗീത സംവിധായകൻ വിദ്യാസാഗറിന്റെ ആദ്യ മലയാള ചിത്രമെന്ന പ്രത്യേകതയും അഴകിയ രാവണനുണ്ട്. മലയാളികൾക്ക് ഇന്നും ഏറെ പ്രിയപ്പെട്ട പാട്ടായ വെണ്ണില ചന്ദനക്കിണ്ണം ഈ സിനിമയിലേതായിരുന്നു. ഇപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ചും വെണ്ണില ചന്ദനക്കിണ്ണം എന്ന പാട്ടിനെക്കുറിച്ചും പറയുകയാണ് സംവിധായകൻ കമൽ. കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ വെണ്ണില ചന്ദനക്കിണ്ണം എന്ന പാട്ടിൻ്റെ ഷൂട്ടിങ്ങിന് പോയത് കുട്ടനാട്ടിലാണ്. അവിടെയുള്ള കായലിൻ്റെ ഉൾഭാഗത്താണ് ഷൂട്ട് ചെയ്യേണ്ടത്. അതായത് കായലിലെ ചില കൈത്തോടുകളിലും കൈവഴികളിലുമാണ് ഷൂട്ടിംഗ്. അവിടേക്കൊന്നും നമുക്ക് ജനറേറ്റർ കൊണ്ടുപോകാൻ പറ്റില്ല. അന്ന് ഇന്നത്തെ പോലെ സാങ്കേതികമായിട്ട് എളുപ്പത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല നാഗ്ര ഉപയോഗിച്ചാലേ പാടുമ്പോൾ കറക്റ്റ് സിങ്ക് ആവുകയുള്ളൂ. പക്ഷേ ജനറേറ്റർ ഉണ്ടെങ്കിലേ ഈ നാഗ്രയും വർക്കാവുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പോർട്ടബിൾ ജനറേറ്റർ വേണം. അത് അന്വേഷിച്ചപ്പോൾ അവിടെ എവിടെയും കിട്ടിയതുമില്ല. നാഗ്രയ്ക്ക് പകരം വലിയ ടേപ്പ് റെക്കോർഡറായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അതിൽ ബാറ്ററി ഇടുകയാണ്. അത് വെച്ച് ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. നോൺ സിങ്ക് ആകാതെ ലിപ്പ് നമുക്ക് കറക്റ്റ് പിടിക്കാമെന്നും പറഞ്ഞു. പക്ഷേ ടേപ്പ് റെക്കോർഡിൽ പാട്ടിട്ടതും മമ്മൂക്ക ഇത് നോൺ സിങ്ക് ആകുമെന്ന് പറഞ്ഞു. ഞാൻ പാടിയാൽ ഒരിക്കലും നിങ്ങൾക്ക് സിങ്ക് ചെയ്യാനാവില്ല എന്ന് പറഞ്ഞ് മമ്മൂക്ക ബഹളം വെച്ചു. അപ്പോഴും നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. വേണ്ട, ഇത് അവസാനം നിങ്ങൾ വീണ്ടും റീഷൂട്ട് ചെയ്യേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. കുഴപ്പമില്ല, നമുക്ക് 2-3 ടേക്കായിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ സമ്മതിപ്പിച്ചു, കമൽ പറഞ്ഞു.